ഹലോ അല്ല നമ്മളെ പഴയ സ്കൂളല്ലേ ഇവിടെയാണല്ലോ പഠിപ്പിച്ചത്. അപ്പോ അന്ന് പഠിപ്പിക്കുമ്പോ ഇതൊരു സാധാരണ സ്കൂളായിരുന്നു. അതൊക്കെ മാറി ഹൈടെക് ആയിരിക്കുകയാണ്. ഇതിന്റെ പിറകിൽ നമ്മളെ മാനേജറൊക്കെ വളരെയധികം പ്രയത്നം, ഇവിടുത്തെ അധ്യാപകന്മാരും പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിശ്രമത്തിന്റെ ഫലമാണ്. പക്ഷെ എനിക്കൊന്നും ഒരിക്കൽ കൂടി ജീവിതത്തിൽ ഇവിടെ പഠിപ്പിക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇതെന്റെ ഒരു ആശയാണ്. അപ്പോൾ ഈ സ്കൂളിൽ നമ്മുടെ ഹൈടെക് ആയിട്ട് മാറിയതിനു ശേഷമുള്ള കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ ഇവിടുത്തെ മാഷന്മാരായിട്ട് സംസാരിക്കും. നമസ്കാരം. പേര് ഞാൻ രാജീവ്. ഇംഗ്ലീഷ് സബ്ജക്റ്റാണ് എടുക്കുന്നത്. നിങ്ങൾ എവിടെയാണ് പഠിച്ചത്? ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. സന്തോഷം, വളരെ സന്തോഷം. അപ്പൊ നമ്മുടെ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര മേഖലയിലും പാനൂരിന്റെ വിദ്യാഭ്യാസ ഭൂപടത്തില് ചിലക്കുറി ചാർത്താൻ കഴിഞ്ഞ ഈ പാനൂർ എസ് സ്കൂള് ഇത്തരം മനോഹരമായ ഒരു ബിൽഡിംഗ് 2023 ഒക്ടോബറിലാണ് നമ്മളിവിടെ ഉദ്ഘാടനം കഴിഞ്ഞത്. അതില് നമുക്ക് നമ്മുടെ മാനേജർ കെ രാമേന്ദ്രൻ അവരോട് ഒരുപാട് കടപ്പാടുണ്ട്. ആ പുതിയ ബിൽഡിംഗ് വന്നതിന് ശേഷം നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികള് നമുക്ക് നിസ്തൂലമായ സംഭാവനകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു തീർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ എടുത്തു പറയത്തക്കതാണ് നമ്മുടെ ഈ മനോഹരമായ ഇവിടെയുള്ള പാർക്ക്. അത് പാനൂർ സബ് ജില്ലയിൽ തന്നെ നമ്പർ 1 പാർക്കാണ് നമ്മുടെ ഈ വിദ്യാലയത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഏറെ സന്തോഷമാണ് പറയാൻ. പക്ഷേ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരുപാട് സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പൂർവ്വ അധ്യാപകരുടെ സഹായം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമ്മുടെ ഈ വിദ്യാലയം പുതുക്കി പണിതതിന് ശേഷം പൂർവ്വ അധ്യാപകര് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ വിദ്യാലയത്തിൽ ചെയ്ത് തന്നിട്ടുണ്ട്. അവരുടെ സംഭാവനകൾ വലുതാണ്, ഒരുപാട് വലുതാണ്. അവരുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വിദ്യാലയത്തിന്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ പൂർവ്വ അധ്യാപകര് അതുപോലെ തന്നെ നമ്മുടെ നിലവിലുള്ള അധ്യാപകരും കൂട്ടായ ശ്രമം തന്നെയാണ് നമ്മുടെ ഇന്ന് കാണുന്ന ഈ മുറ്റം ഇന്റർലോക്ക് കാര്യങ്ങളൊക്കെ ചെയ്തതിൽ നിലവിലുള്ള അധ്യാപകരും പൂർവ്വ അധ്യാപകരൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ വിദ്യാലയത്തിന് ചെയ്തതാണ്. ഇപ്പൊ നമ്മള് എവിടെയുള്ള നമുക്ക് അതിനടുത്ത ലക്ഷ്യം നമ്മുടെ ഒരു ഭക്ഷണശാലയാണ്. അതിനുവേണ്ടിയുള്ള പരിപാടികൾ നമ്മൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മളെ സഹായിക്കണം. അതുപോലെ തന്നെ എല്ലാവരുടെ സഹായങ്ങളും ഒരിക്കൽ കൂടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നന്ദി. തീർച്ചയായും നമ്മുടെ സ്കൂളിന്റെ ഇന്നത്തെ ഈ പുരോഗതിയിൽ മാനേജറുടെ പങ്ക്, മാനേജർ തന്നെയാണ് മനോഹരമായ ബിൽഡിംഗ് എടുത്തു തന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഭൗതിക സാഹചര്യങ്ങളും വളർത്താൻ വേണ്ടി നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ കാര്യമായ രീതിയിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതാണ് ഇത്രയും നല്ല രീതിയിൽ നമുക്ക് ഭൗതിക സാഹചര്യം ഒരുക്കാൻ കഴിഞ്ഞത്. അപ്പൊ ബ്രോസ്, നമ്മുടെ ആദ്യാക്ഷരം പഠിപ്പിച്ച സ്കൂൾ, ആ സ്കൂളിനോട് കാണിക്കുന്ന നമ്മുടെ താല്പര്യം, അത് സഹപാഠികളായിക്കോട്ടെ, അന്നത്തെ പൂർവ്വ വിദ്യാർത്ഥികളായിക്കോട്ടെ, പൂർവ്വ അധ്യാപകരായിക്കോട്ടെ, അവരൊക്കെ കാണിച്ചത് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ താല്പര്യം, അതിലൊക്കെ നമുക്ക് ഒരു ബിഗ് സല്യൂട്ട് വരും. ബൈ ബൈ ബ്രോസ്.